അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് ഉത്തർപ്രദേശ് 80 മണ്ഡലങ്ങളിലും കടുത്ത മത്സരം കാഴ്ചവെച്ചെന്ന അഖിലേഷ് യാദവ്. 80 പിടിക്കുമെന്ന് BJP. അവസാന ലാപ്പിൽ ആര് മുന്നിൽ? ഏഴാം ഘട്ടം സുബിഷെ 13 മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ UP-യിൽ വിധി എഴുതുന്നത്. 13 കിഴക്കൻ UP-യിലാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് മോദിയുടെ വാരണാസി, ഒപ്പം തന്നെ യോഗിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള ഖൊരഗ്പൂർ. ഈ 2 മണ്ഡലങ്ങളുടെ കാര്യം വലിയ ആകാംക്ഷയോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ്, ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. ഈ 13 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP അവരുടെ MP-മാരെ വിജയിപ്പിക്കുവാനായത് 9 ഇടത്താണ്. 2 ഇടത്ത് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്നാദൾ ജയിക്കുന്നു, 2 ഇടത്ത് BSP ജയിക്കുന്നു. അങ്ങനെ ഫലത്തിൽ പറയുകയാണെങ്കിൽ NDA സഖ്യത്തിന് 11 സീറ്റും പിന്നെയുള്ള 2 സീറ്റ് BSPക്കും. അതായത് ഇന്ത്യ സഖ്യം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന UP-യിലെ ഈ 13 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ ഫലമനുസരിച്ച് വട്ടപൂജ്യമാണ്. അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തവണ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ മോദിയുടെ വാരണാസിയും ഒപ്പം തന്നെ യോഗിയുടെ ഖൊരഗ്പൂരും അങ്ങ് വിടാം. പിന്നെയുള്ളത് 11 മണ്ഡലങ്ങൾ. ആ 11 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒരു ഇന്ത്യ സഖ്യത്തിന് ഒരു മത്സരത്തിന് സാധ്യതയുള്ളത്, ഒരുപക്ഷെ അവർക്കും കൂടി ജയിക്കാനുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന 4 മണ്ഡലങ്ങളാണ് ഞാൻ കാണുന്നത്. അതിലൊന്ന് ഇപ്പോൾ NDA സഖ്യത്തിൻ്റെ കൂടെയുള്ള അപ്നാദൾ ജയിച്ച മിർസാപൂരും റോബർട്ട് ഗഞ്ചുമാണ്. ഈ 2 ഇടത്തും കഴിഞ്ഞ തവണ നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസും SP-യും സഖ്യത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ശതമാനം കുറവായിരുന്നു. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ NDA സഖ്യത്തിനൊപ്പം തന്നെ ഒരു വോട്ട് ശതമാനം കിട്ടുന്ന 2 മണ്ഡലങ്ങളാണ് മിർസാപൂരും റോബർട്ട് ഗഞ്ചും. ഒപ്പം തന്നെ BJP വിജയിച്ച ചന്ദൌളി, ബലിയ എന്നീ മണ്ഡലങ്ങൾ. ഇവിടെയും BJP കഴിഞ്ഞ തവണ ജയിച്ചിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേടിയെടുക്കാൻ UPS ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉപയോഗിക്കണം. ബാക്കിയുള്ളിടത്തൊക്കെ വലിയ ആധിപത്യത്തിലാണ് കഴിഞ്ഞ തവണ BJP-യും അവരുടെ സഖ്യകക്ഷികളൊക്കെ ജയിച്ചു പോയിരിക്കുന്നത്. എന്തായാലും ഈ 4 ഇടത്ത് ജയിച്ചാൽ തന്നെ ഒരുപക്ഷെ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഒരു 4 സീറ്റ് കിട്ടുന്ന നിലയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. മറുവശത്ത് BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ഒരുപക്ഷെ 2 സീറ്റ് കൂടി ഇങ്ങോട്ട് എടുക്കാൻ, അത് ഏത് സീറ്റുകളാണ്, BSP-യുടെ 2 സീറ്റുകൾ കൂടി ഒരുപക്ഷെ ഇത്തവണ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സാധ്യത എവിടെയുണ്ട്. കാരണം ഇത്തവണ BSP-യും SP-യും സഖ്യത്തിലല്ല മത്സരിക്കുന്നത്. അങ്ങനെ SP-യുടെ വോട്ട് ഈ BSP-യിൽ നിന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ 2 ഇടത്ത് BJP-ക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 13-ൽ 13 BJP-യുടെ കൈവശം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയിൽ നിലവിൽ എങ്ങനെയാണ് സുബീഷ് അവിടുത്തെ ഒരു ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനം കൂടിയായ ഉത്തർപ്രദേശിലെ ഒരു അടിയൊഴുക്ക് എങ്ങനെയായിരിക്കാം? അവിടുത്തെ ഒരു മോദി തരംഗം എന്ന് പറയുന്ന കാര്യമൊക്കെ എത്രത്തോളം ഇപ്പോൾ ആ സംസ്ഥാനത്തുണ്ടെന്നാണ് കരുതുന്നത്? ഇപ്പോൾ അവസാനം അമൽ പറഞ്ഞു നിർത്തിയത് മോദി തരംഗത്തിൽ ആണ്. മോദി പ്രഭാവം തുണയ്ക്കുമോ എന്നാണ് ചോദ്യം. ഇത്രയും കാലം ആ പ്രഭാവത്തിൽ ആണ് ഇതുവരേക്കും BJP എത്തിയത്. ആ പ്രഭാവം മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. ഇപ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ കാണുന്നത് നിലവിലെ പ്രധാനമന്ത്രിയും ഭാവിയിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തിയും ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് ജനവിധി തേടുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കുന്നു, റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നു. 2 പേരും ജയിക്കും എന്നതും ഉറപ്പാണ്. ഇപ്പോൾ വാരാണസി മണ്ഡലത്തെ സംബന്ധിച്ച് 2014-ലും 2019-ലും നരേന്ദ്രമോദി അവിടെ ജയിച്ചു. 2014-ൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 3,71,784 വോട്ടാണ്. 2019-ൽ നരേന്ദ്രമോദി ഭൂരിപക്ഷം 4,79,505 വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറിച്ചൊന്നും സംഭവിക്കാനില്ല. ഇക്കുറി 6 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയെ വിജയിപ്പിച്ചയക്കണം എന്നാണ് BJP പ്രവർത്തകരോട് BJP-യുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നടക്കുമോ, അതോ 5 ലക്ഷത്തിൽ താഴേക്ക് ഭൂരിപക്ഷം ചുരുങ്ങുമോ? കഴിഞ്ഞ തവണത്തേതുപോലെ അത്രയേ അവിടെ അറിയാനുള്ളൂ നമുക്ക്. പക്ഷേ അവരിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് UP-യുടെ ഒരു റിയാലിറ്റി? എന്താണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണല്ലോ വാരാണസി. എന്താണ് വാരാണസിയിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള മാറ്റം? അതുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ, അതായത് ഇന്നലെ പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അനൂപ് ദാസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അനൂപ് ദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രധാനമന്ത്രി ദത്തെടുത്ത ദോംറി എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ദോംറി എന്ന ഗ്രാമം പ്രധാനമന്ത്രിയുടെ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമമാണ്. വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഗ്രാമം.
അപ്പോൾ ദോംറിയിലേക്ക് ഇവർ പോകുന്നു, അനൂപ് ദാസ് ഉൾപ്പെട്ട സംഘം പോകുന്നു. ദോംറിയിൽ അവരെന്താണോ കാണുന്നത്, എന്തൊക്കെ കാഴ്ചകളാണോ അവർ കാണുന്നത്, അവിടെയുള്ള ഗ്രാമീണർ അവരോട് എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത്, അതാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. ദോംറിയിൽ അവർ പോയി ആദ്യം ഗുഡിയാദേവി എന്ന സ്ത്രീയെ കാണുന്നു. അപ്പോൾ ഗുഡിയാദേവി അവരുടെ ആ സ്ഥലത്ത് നിൽക്കുന്നു. ഗുഡിയാദേവിക്ക് 2 പെൺകുട്ടികൾ ഉണ്ട്. ഗുഡിയാദേവിക്ക് ഈ ആദർശ ഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീട് കിട്ടിയിട്ടില്ല. വീട് കിട്ടാത്തവരാണ് ആ ഗ്രാമത്തിൽ കൂടുതൽ പേരും. വീട് കിട്ടിയവർക്കാകട്ടെ 2.5 ലക്ഷം രൂപയുടെ വീടാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അമൽ, ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആശ്ചര്യപ്പെടും 2.5 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും 1-2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് എങ്ങനെ 2.5 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിക്കാനാകും? പക്ഷേ അവിടെ അങ്ങനെയാണ്, 2.5 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പല വീടുകളും, നമ്മൾ കാണുന്ന പല വീടുകളുടെയും ഗേറ്റിന് പോലും ഒരുപക്ഷെ അതിനേക്കാൾ രൂപ ചിലവ് വരും. പക്ഷേ യു പിയിൽ ഈ ദോംറി ഗ്രാമത്തിൽ ഇവർ കാണുന്ന വീടുകൾ 2.5 ലക്ഷം രൂപയുടെ വീടുകളാണ്. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപയുടെ വീടുകൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇവർ ആ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇവർക്ക് വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, ഇത് കടയല്ലേ, വീടാണോ? പക്ഷെ അത് വീടാണ് സർ, അത് കടയല്ല എന്ന് തിരുത്തുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീ പറയുന്നത് അവർക്ക് ഈ വീട് പോലും കിട്ടിയിട്ടില്ല എന്നാണ്. വീട് കിട്ടാത്തവരാണ് കൂടുതൽ പേരും. പിന്നെ അവിടെ ഒരു വീട്ടിലും കക്കൂസില്ല. ഉത്തരേന്ത്യയിൽ പൊതുവെ ഗ്രാമങ്ങളിൽ വീടുകളിലൊന്നും ശൗചാലയങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതുപോലെയല്ലല്ലോ, മറ്റേതെങ്കിലും ഒരു ഗ്രാമത്തെ പോലെയല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദത്തെടുക്കുന്ന ഒരു ഗ്രാമം, ദോംറി ഗ്രാമത്തിൽ. ഇപ്പോൾ അനൂപ് ദാസ് അത് കണ്ട് പറയുന്നത്, കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പ്രധാനമന്ത്രി നിർമ്മിച്ച ഇടനാഴികൾക്കപ്പുറത്ത് ദോംറി ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ പറമ്പിൽ വെളിക്കിരിക്കുന്നു നദിക്കരയിൽ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശം അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് വാരാണസിയുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ദത്തെടുത്ത ഗ്രാമത്തിൻ്റെ അവസ്ഥയാണ്. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്ന എന്താണ്? രാജ്യത്തെ എല്ലാ MP-മാരും ഒരു മണ്ഡലത്തിലെ ഒരു ഗ്രാമം എങ്കിലും ദത്തെടുക്കണം, അതിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിക്കണമെന്നാണ്. അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി ദത്തെടുത്ത ഗ്രാമത്തിൻ്റെ അവസ്ഥയാണ് ഇത്. അവിടെയുള്ളവർ രൂക്ഷമായ വിലക്കയറ്റത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു. അവിടെയുള്ളവർക്ക് തൊഴിലില്ല. പക്ഷേ അവർ പറയുന്നുണ്ട്, മോദിജി രാമക്ഷേത്രം നിർമ്മിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ആ രാമക്ഷേത്രം കാണാൻ പോകുന്നതിന് കയ്യിൽ പണമില്ല മോദിജി എന്ന്. ഞങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ തന്നു മോദിജി, പക്ഷേ കാലിയായ സിലിണ്ടർ വീണ്ടും നിറയ്ക്കാൻ 1000 രൂപ വേണം. ഞങ്ങൾക്ക് തൊഴിലില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് തൊഴിൽ തരൂ മോദിജി എന്നാണ് കേരളത്തിൽ നിന്ന് പോയുന്ന മാധ്യമപ്രവർത്തകരോടക്കം ഇവർ ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ അവികസിതമാണ് ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ, പ്രത്യേകിച്ച് വാരാണസിയിലെ ഗ്രാമങ്ങൾ. അതാണ് റിയാലിറ്റി. അവർ പക്ഷേ അപ്പോഴും പറയുന്നു, ഞങ്ങൾ മോദിജിക്ക് വോട്ട് ചെയ്യും, രാമക്ഷേത്രം നിർമ്മിച്ചത് മോദിജിയാണല്ലോ, ഞങ്ങൾ മോദിജിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ ആളുകൾ ഈ രൂക്ഷമായ വിലക്കയറ്റത്തോട് പ്രതികരിക്കുന്നു, രൂക്ഷമായ തൊഴിലില്ലായ്മയോട് പ്രതികരിക്കുന്നു. ആ പ്രതികരണം വോട്ടായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. മോദി തന്നെ ജയിക്കും, വാരാണസിയിൽ ഭൂരിപക്ഷം കൂടും, ഒരു സംശയവുമില്ല. പക്ഷേ ഉത്തർപ്രദേശിൻ്റെ അടിത്തട്ടിൽ, ഗ്രാമീണ ജനതയുടെ അടിത്തട്ടിൽ ഒരു BJP വിരുദ്ധ വികാരം ഉണ്ടാകുന്നുണ്ട്. അത് ഇത്തവണയും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് അഖിലേഷ് യാദവാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കോൺഗ്രസിന് കാലങ്ങളായി അവിടെ ഒരു വലിയ അടിത്തറയൊന്നുമില്ല. അവിടെ NDAയെ BJP നേരിടാൻ തക്ക ശക്തിയുള്ള ഒരു പാർട്ടി അഖിലേഷിൻ്റെ SP തന്നെയാണ്. പക്ഷേ അഖിലേഷ് കോൺഗ്രസിനെ ഉള്ളം കൈയിലാണ് കൊണ്ടു നടക്കുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിന് വലിയ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് അഖിലേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. രാജ്യത്ത് ഒരുപക്ഷെ BJPയിൽ നിന്നും അധികാരം തിരിച്ചു പിടിക്കുവാൻ ഇത്തവണ UP നിർണായകമാകുമെന്നും അവിടെ 80 സീറ്റുകളിൽ തങ്ങൾ മേൽക്കൈ നേടിയിട്ടുണ്ടെന്നാണ് അഖിലേഷ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നത്. അത് അത്രത്തോളമൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി അഖിലേഷ് യാദവിനെ സംസാരിപ്പിക്കുവാൻ കാരണമാകുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ അവർ കൊണ്ടുതാനും. എന്തായാലും അഖിലേഷ് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ അഗ്നിപത് പദ്ധതി, ചോദ്യപേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, ഈ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ BJPക്കെതിരായി സംഭവിക്കും. ജനവികാരം BJPക്കെതിരായിട്ടുള്ള ഈ ജനവികാരമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് അഖിലേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ അഗ്നിപത് പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ രജപുത്ര വിഭാഗങ്ങളെ, അവിടുത്തെ ക്ഷത്രിയ വിഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവർ BJPക്കെതിരായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വേറൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ UPയിൽ നടന്നു, അതിൽ ചോദ്യപേപ്പറിൽ ചോർച്ചയുണ്ടായിട്ടുള്ള ഒരു സംഗതി. അദ്ദേഹം പറയുന്നത് 60 ലക്ഷം തൊഴിലന്വേഷകരെ
നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. 60 പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ച കാരണമായി. ആ 60 ലക്ഷം ആളുകളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി ആ വീട്ടിലുള്ള ആളുകൾ 3 പേര് എന്ന് കൂട്ടുകയാണെങ്കിൽ ആകെ 1.8 കോടി ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട് ഈ വിഷയം. ആ 1.8 കോടി ആളുകളെ 80 മണ്ഡലങ്ങളിലായി നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു മണ്ഡലത്തിൽ 2.2 ലക്ഷം വോട്ടർമാരെങ്കിലും ഈ ഒരൊറ്റ വിഷയം കൊണ്ട്, ചോദ്യപേപ്പർ ചോർച്ച കൊണ്ട് തന്നെ BJPക്ക് എതിരായിട്ടുണ്ടെന്നാണ് അഖിലേഷ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അഖിലേഷിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം പക്ഷേ വോട്ടിങ്ങിൽ സ്വാധീനിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ സുബീഷ് പറഞ്ഞതുപോലെ അവിടെ എല്ലാത്തിനും അപ്പുറം മോദി എന്നുള്ള ഒരു കാര്യം അവിടെ ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ അഖിലേഷിന് ഈ പൊതുവിൽ പറയുന്ന അഗ്നിപഥമോ ചോദ്യപേപ്പർ ചോർച്ചയോ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ അതിനപ്പുറത്തേക്ക് BJPയെ കഴിഞ്ഞ തവണ അവർ നേടിയിട്ടുള്ള ഈ വലിയ ജയത്തെ പിടിച്ചു കെട്ടുവാൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് എത്തുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗോ മറ്റോ അഖിലേഷിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടായിട്ട് തോന്നുന്നുണ്ടോ? അമൽ, അഖിലേഷിലേക്ക് വരണമെങ്കിൽ എനിക്ക് കെജ്രിവാളിൽ നിന്നും തുടങ്ങണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ കടന്നുവരവിന് ശേഷം മോദിക്കെതിരെ, അല്ലെങ്കിൽ മോദിയെ നേരിട്ടുകൊണ്ട് ഇതുവരെ ആരും ഉന്നയിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ഒന്നാമത്തെ ചോദ്യം, മോദിക്ക് വിരമിക്കാൻ സമയമായോ എന്നത്. മോദിയുടെ വിരമിക്കൽ, മോദി എപ്പോഴാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അതിനുശേഷമുള്ള ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ മോദിയോട് ചോദിക്കുകയാണ്. രണ്ടാമത്തേത്, നരേന്ദ്രമോദി യോഗി ആദിത്യനാഥിനെ വെട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ അതുവരേക്കും രാഹുൽ ഉണ്ടായിരുന്നു ഇവിടെ. രാഹുൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇത് ചോദിക്കാൻ ജയിലിൽ നിന്നും കെജ്രിവാൾ പുറത്തു വരേണ്ടി വന്നു. അതോടുകൂടി രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതാ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറുന്നു എന്ന തോന്നലെങ്കിലും സൃഷ്ടിക്കപ്പെടാൻ ഇത് കാരണമായി. യു പി രാഷ്ട്രീയത്തിൽ ഈ റോളാണ് അഖിലേഷ് യാദവിന്. 38ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ് അഖിലേഷ് യാദവ്. ഇപ്പോൾ പൊളിറ്റിക്സിൽ റിസ്ക് എടുക്കുന്നവരാണ് റിയൽ ഫൈറ്റർ. ആ രീതിയിൽ അഖിലേഷ് യാദവ് ഒരു റിയൽ ഫൈറ്റർ ആണ്. ഇപ്പോൾ കനൗജിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത് അതുകൊണ്ടാണ്. കനൗജ് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. 2019 അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ഡിംപിൾ യാദവ് അവിടെ മത്സരിച്ച് BJP സ്ഥാനാർത്ഥിയോട്, സുബ്രത് പതക്കിനോട് പരാജയപ്പെട്ടു. കനൗജ് SP-യുടെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം തിരിച്ചെടുക്കാനുള്ള ദൗത്യം SP-യുടെ നായകൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ആ റിസ്ക് ഇക്കുറി 2024 കനൗജ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ചേ പറ്റൂ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച്. ആ റിസ്ക് ഏറ്റെടുക്കുന്ന അഖിലേഷ് യാദവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എളുപ്പം കളിച്ച് ജയിക്കാവുന്ന ഒരു കളിയിൽ ഏർപ്പെട്ട് ജയിക്കുന്നയാളല്ല ഫൈറ്റർ. വളരെ ദുഷ്കരമായ ഒരു കളിയിൽ ഏർപ്പെട്ട് ജയിക്കുന്നയാളാണ്. ആ ദൗത്യമാണ് അഖിലേഷ് യാദവ് ഏറ്റെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 38 വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ്. ആ സമയത്ത് എന്താ അവസ്ഥ? അന്ന് ഭരണം പരാജയമായിരുന്നു. ഇപ്പോൾ ഫഹദ് ഫാസിലിനെ കുറിച്ച് നമ്മൾ പറയില്ല. ഫഹദ് ഫാസിലിൻ്റെ ആദ്യത്തെ സിനിമ കയ്യെത്തും ദൂരത്ത്, അല്ലേ? തെറ്റാണെങ്കിൽ തിരുത്തണം. ആ സിനിമയിൽ ഫഹദ് ഒരു പരാജയമായിരുന്നു. അന്ന് ഒരുപാട് പരിഹാസം ഫഹദ് ഏറ്റുവാങ്ങി. പക്ഷെ അതിനുശേഷം സീരിയസ് ആയി അഭിനയത്തെക്കുറിച്ച് പഠിച്ച് ഇന്ന് ഫഹദ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? ആ രീതിയിലേക്ക് അഖിലേഷ് യാദവ് മാറുകയാണ് ഉണ്ടായത്. അന്ന് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായ സമയത്ത് രൂക്ഷമായ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. 5.5 മുഖ്യമന്ത്രി എന്നാണ് അഖിലേഷ് യാദവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതിൽ ഈ 5 പേർ, ഈ മുലായം സിംഗ് യാദവ്, രാം ഗോപാൽ യാദവ്, ശിവപാൽ യാദവ്, അസം ഖാൻ, പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഈ അര മാത്രമാണ് അഖിലേഷ് യാദവ്. ബാക്കി 5 പേരുമാണ് ഉത്തർപ്രദേശിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് എന്നാണ് രൂക്ഷമായ പരിഹാസം. ആ രീതിയിൽ കളിയാക്കലുകളും പരിഹാസങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി പിന്നീട് സമാജ്വാദി പാർട്ടിയുടെ അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഭദ്രമാക്കിക്കൊണ്ട് പിന്നീട് BSPയുമായുള്ള സഖ്യം, മുലായം സിംഗ് യാദവിനെയും മായാവതിയെയും ഒരേ വേദിയിൽ ഒരുമിച്ചിരുത്താൻ കാണിച്ച ആ ഒരു തന്ത്രം, ആ കൗശലം, അതിലെ വിജയം, ഇതൊക്കെയാണ് പിന്നീടുള്ള അഖിലേഷ് യാദവിനെ പരുവപ്പെടുത്തുന്നത്. ഇപ്പോൾ 2 വർഷം മുമ്പ് യോഗി ആദിത്യനാഥ് കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങൾ നടത്തിയത് അമൽ ഓർക്കുന്നുണ്ടാവും. അന്ന് എല്ലാ തലത്തിലും എന്തുകൊണ്ടും UPയേക്കാൾ കേരളമാണ് മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നയാളാണ് അഖിലേഷ് യാദവ്. അപ്പോൾ എന്താണ് പറയേണ്ടത് അത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാനറിയുന്ന രാഷ്ട്രീയക്കാരനാണ് അഖിലേഷ് യാദവ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അഖിലേഷ് യാദവ് പറയുന്നത്, ഇൻ വാരാണസി 1 engine of the double engine is missing from the posters എന്നാണ്. അത്
വാരാണസിയിൽ 2 ഡബിൾ എഞ്ചിനിൽ 1 എഞ്ചിൻ പോസ്റ്ററുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അത് യോഗി ആദിത്യനാഥിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ബി ജെ പിക്കകത്ത് രൂപം കൊണ്ടുവരുന്ന, വളർച്ച പ്രാപിക്കുന്ന യോഗി ആദിത്യനാഥിനും നരേന്ദ്രമോദിക്കും ഇടയിലുള്ള ഭിന്നതയെ ആയുധമാക്കിക്കൊണ്ടാണ് ഈ പരാമർശം. അതാണ് അഖിലേഷ് യാദവ് പറയേണ്ടതെന്ത്, ഏത് രീതിയിൽ എതിരാളിയെ ആക്രമിക്കണം എന്നുള്ളത് നല്ലതുപോലെ അറിയാവുന്ന ആളാണ് അഖിലേഷ് യാദവ്. ആ രീതിയിലാണ് സഖ്യങ്ങൾ പോലും രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇപ്പോൾ 2019 SP BSP സഖ്യമായിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റാണ് കിട്ടിയത്, BSPക്ക് 10 സീറ്റ് കിട്ടി. ഇത്തവണ BSP ദുർബലമാണ്. ആ BSPയുടെ വോട്ടുകൾ എവിടേക്ക് പോകും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൂടുതൽ സാധ്യത സമാജ്വാദി പാർട്ടിയിലേക്ക് ആ വോട്ടുകൾ പോകാനാണ് എന്ന്. BJP ഉണ്ട്, ശരിയാണ്, കോൺഗ്രസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ SP കോൺഗ്രസ് സഖ്യത്തിൽ കോൺഗ്രസ് താരതമ്യേന അല്ല, അതിനപ്പുറവും ദുർബലരാണ്. SP ആണ് അവിടെ പവർഫുൾ. അതുകൊണ്ട് തന്നെ SP കോൺഗ്രസ് സഖ്യത്തിൻ്റെ നേട്ടം പൂർണ്ണമായും ഉണ്ടാക്കുക സമാജ്വാദി പാർട്ടി തന്നെയായിരിക്കും. കോൺഗ്രസിന് 2019 കിട്ടിയ റായ്ബറേലി എന്ന ഒറ്റ സീറ്റ്, 2019 ഒറ്റ സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ബാക്കി 62 സീറ്റും പിടിച്ചത് BJP ആണ്. 10 സീറ്റ് BSP, 5 സീറ്റ് സമാജ്വാദി പാർട്ടി. അങ്ങനെ റായ്ബറേലിയിൽ മാത്രം ഒതുങ്ങിയ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ കിട്ടിയാൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനും അവകാശപ്പെട്ടതാണ്. അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് ഇവിടെ ഞാനുണ്ട്, രാഹുൽ മറ്റു മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ, ഉത്തർപ്രദേശിൽ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ എന്നാണ്. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഖിലേഷ് ഇന്ത്യ സഖ്യത്തെ എന്തെങ്കിലും നിലയിൽ ഒരു നേട്ടത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതൊന്നുമില്ലായ്മയിൽ നിന്നായിരിക്കും അല്ലേ? പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. അത്തരത്തിൽ ആ വലിയ പ്രതിസന്ധികളെല്ലാം നേരിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ത്യ സഖ്യത്തെ അഖിലേഷ് തിരിച്ചെത്തിക്കുമോ, അല്ലെങ്കിൽ ഒരുപക്ഷെ മോദി പ്രഭാവം എന്നുള്ളത് ഈ ഇലക്ഷനിലും തുടരുകയാണോ ചെയ്യുക എന്നുള്ളത് എന്തായാലും അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം.